നമസ്കാരം, എല്ലാവർക്കും സതൻ മനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതൻ മനുവിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോയ കടല വരട്ടിയതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് വിഭവത്തിലോട്ട് പോവാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സോയ കടല വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോയ ചങ്ക്സ് വേണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 100 ഗ്രാം സോയ ചങ്ക്സ് ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 15 മിനിറ്റ് നമ്മളൊന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ സോക്ക് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം കളയുക. ഇതിപ്പോൾ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതേ ഉള്ളൂ, അപ്പോൾ ഇത് സോക്കായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിനുള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം, അതിൻ്റെ ആ ഒരു മണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം സോയ ചങ്ക്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അത് നിങ്ങൾക്ക് വലിപ്പമുള്ള സോയ ചങ്ക്സ് ആണെങ്കിൽ മുറിച്ചിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് കടലയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് കടല ഞാനിങ്ങനെ തലേ ദിവസം 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ സോയ ചങ്ക്സ് ഒന്ന് സോക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ ഈ കടല എടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കടല മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2-3 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമ്മൾ വേവിച്ചാൽ മതിയാവും. ബാക്കി നമുക്ക് വരട്ടിയെടുക്കുന്ന സമയത്ത് വെന്തോളും. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള സോയ ചങ്ക്സ് ആയിരുന്നു, ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ വെള്ളം ഒട്ടും പാടില്ല. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അത് കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനും ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് ചെറുതായിട്ട് പൊടിയായിട്ടൊന്നും അരിയാൻ നിൽക്കേണ്ട. അതുപോലെ 1-2 അല്ലെങ്കിൽ 4 കഷ്ണങ്ങളായിട്ടോ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒട്ടും പാടില്ല, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമ്മുടെ മസാലകളൊക്കെ ഇതിനകത്തേക്ക് ഒന്ന് കയറുള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഒരു കടായി എടുത്തിട്ട് അതിലൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ എണ്ണ ചൂടാക്കുക. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെരുംജീരകം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നാടൻ ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഞാൻ അധികം കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കുറക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടാം, കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനിനി അടുത്തതായിട്ട് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങ കൊത്താണ് ആഡ് ചെയ്യുന്നത്. അതും ഒരു പിടി തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്തിട്ട് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കേണ്ട. അപ്പോൾ ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ അത് ബാക്കി മൂത്ത് വന്നോളും. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക് ഞാനിവിടെ നല്ല എരിവുള്ള ഒരു പച്ചമുളക് ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5 മുതൽ ഒരു 10 വരെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണിത്. അപ്പോൾ അതിലേക്ക് ചേർത്തിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സവോളയും ഇതൊക്കെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിരിക്കും. കാരണം നമ്മൾ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇത് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു മോയ്സ്ചർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എണ്ണ കുറച്ചധികം ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സവോളയൊക്കെ വഴറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി,
പിന്നെ വേണ്ടത് ഗരം മസാലയാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 3/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ കുരുമുളക് ആഡ് ചെയ്യും. ഇതപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും എരിവിനനുസരിച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ കുരുമുളക് നമ്മൾ പൊടിച്ചതാണ്, വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അതുകൊണ്ട് നല്ല എരിവുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങളത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എരിവിനനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ അധികമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇതൊന്ന് ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് അങ്ങ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി നിങ്ങൾക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ട് വരണം ഇനി. അപ്പോൾ ഇത് അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. അതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ ഉടഞ്ഞു കിട്ടും. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് വഴറ്റുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം പൊടികളൊക്കെ ആഡ് ചെയ്തത് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോയാ ചങ്ക്സ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം സോയാ ചങ്ക്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും, സോയയുടെ ഒരു പച്ച ടേസ്റ്റ് നമുക്ക് ഈ ഒരു കറിയിലുണ്ടാവും. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വലിയ സോയാ ചങ്ക്സ് ആണെങ്കിൽ കട്ട് ചെയ്യാൻ മറക്കരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ഉള്ളിൽ കയറില്ല, മസാല പിടിക്കില്ല ഈ സോയാ ചങ്ക്സിന്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ സോയാ ചങ്ക്സൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ മസാലയൊക്കെ നമ്മളുടെ സോയാ ചങ്ക്സിനകത്തേക്കൊന്ന് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് നമുക്ക് വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട. കാരണം നമ്മൾ കടല നമ്മൾ ഓൾറെഡി വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ കടലയിലുള്ള വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. കാരണം അതിലാണ് നമ്മുടെ കടലയുടെ സത്തൊക്കെ അതിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളത് കളയണ്ട, ആ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മതിയായില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വേറെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ റെഡിയായി വരുന്ന സമയത്ത് നമ്മളുടെ കടലയൊക്കെ റെഡിയായിട്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ മസാലയൊക്കെ നമ്മൾ അതിലേക്ക് നന്നായിട്ട് പിടിക്കണമെങ്കിൽ കുറച്ച് വെള്ളം വേണം. അതിനകത്ത് മുങ്ങി നിൽക്കുന്ന അത്രയൊന്നും നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല, ചെറുതായിട്ടൊരു നനവ് അതിന് വേണം. അപ്പോൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു സ്റ്റീമിൽ നിന്നുള്ള വെള്ളവും കൂടെ ചേർന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതേപോലെ തന്നെ മസാലയൊക്കെ സോയാ ചങ്ക്സിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സോയാ ചങ്ക്സൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊരു നനവുണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് കടലയൊക്കെ ഒന്ന് വരട്ടിയെടുക്കണ്ടേ, ആ ഒരു സമയത്ത് അത് ശരിയായിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ സോയ ചങ്ക്സൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ കടല വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് കടല കുതിർത്തതാണിത്. അപ്പോൾ ഇപ്പോൾ ഇത് 1/2 കപ്പിനും കുറച്ച് മുകളിലുണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ കൂടെ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് വരട്ടിയെടുക്കുന്ന സമയത്ത് അത് ശരിയായിക്കോളും, കുറച്ചും കൂടെ ഡ്രൈ ആയിക്കോളും അത്. അപ്പോൾ കടലയിലൊക്കെ മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു നനവ് വേണം, എന്നാൽ മാത്രമേ നമ്മുടെ കടലയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, എന്നിട്ട് വരട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. കാരണം നമ്മൾ സവോള വഴറ്റുന്ന സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ കടല വേവിക്കുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മസാലയൊന്നും ഇതിലേക്ക് പിടിക്കില്ല. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വഴട്ടാൻ നിൽക്കരുത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കാം.
അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് കടലയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ്, അതായത് ഒരു ചെറിയൊരു നനവ് ഇതിനകത്തുണ്ട്. അപ്പോൾ എനിക്കിത് മതി, കാരണം ഞാൻ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഈ ഒരു പാകത്തിലുള്ള റോസ്റ്റ് ആയിരിക്കും കറക്റ്റായിട്ടുണ്ടാവുക. ഒരുപാട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ടുള്ളത് ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ഇറച്ചിക്ക് നന്നായിട്ട് വരട്ടിയതുപോലെ ഉണ്ടാവും. പക്ഷേ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഈ ഒരു പാകമാണ് എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിത് ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുവാണ്. ആ ഒരു നാടൻ കറിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാത്രമേ നമ്മൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള ഫ്ലേവർ നമുക്കിതിന് കിട്ടും. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ അറിയില്ല, ഇവിടെ നല്ല ഇറച്ചിക്കറിയുടെ മണമാണ്. ഇറച്ചിക്കറി നമ്മൾ വരട്ടി എടുക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, അതേ ഒരു മണമാണ് ഇപ്പോൾ ഇവിടെ മുഴുവനും. അപ്പോൾ ടേസ്റ്റും അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ കടല വരട്ടിയത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇറച്ചിക്കറിയുടെ അത്ര ജോലിയൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും satanmenu2017@gmail.com എന്നുള്ള മെയിലിലേക്ക് അയച്ചു തരിക. അതേപോലെ തന്നെ സത്താൻമനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്